മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിലല്ലോ വോട്ട് ചെയ്യുന്നത്. അതേ സ്ഥിരമായിട്ട് ക്ലിഫ് ഹൗസ് താമസിച്ചുകൊണ്ട് അദ്ദേഹം വോട്ട് ചെയ്യുന്ന പിണറായിലല്ലേ. അല്ലെങ്കിൽ ഇവിടെയുള്ള പല നേതാക്കളും CPM ആരോപിക്കുന്ന ഒരു കാര്യം, വോട്ടിന് വേണ്ടി വലിയ പ്രക്ഷോഭം രാജ്യത്ത് നടത്തുമ്പോൾ അത്തരമൊരു വ്യാജ വോട്ട് ചേർക്കാൻ ശ്രമിച്ചു എന്നൊരു ഗുരുതരമായ ആരോപണമാണ്. അത് വ്യാജ ഒരാള് അവരുടെ വോട്ടുകൾ, ലോക്സഭാ വോട്ടുകൾ, നിയമസഭാ വോട്ട് ഒരു സ്ഥലത്ത് വോട്ട് ചെയ്തു. അവർ വീട്ടുകാരവിടെ ജീവിക്കുന്നു. ആ കുട്ടിയുടെ മാതാപിതാക്കൾ എത്രയോ കാലമായിട്ട് അവിടെ വോട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് ആ കുട്ടിയുടെ ആധാർ, പാസ്പോർട്ട്, പിന്നെ രേഖ, എല്ലാ രേഖകളും ഒരു അഡ്രസ്സിലുള്ളപ്പോൾ ആ അഡ്രസ്സ് ലെജിറ്റിമേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇതിൻ്റെ പേരിൽ ഇല്ലാത്ത ഒരു കഥയുമായി പരാതിയുമായി പോയത്? അപ്പോൾ എന്തായാലും ഇത് CPM പറഞ്ഞ വാദം എന്തായാലും ബഹുമാനപ്പെട്ട കോടതി, ഞാൻ മനസ്സിലാക്കിയത് ഉദ്യോഗസ്ഥർക്കെതിരെ കർക്കശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പാർട്ടിക്ക് പറയാനുള്ളത് CPM എന്ത് വേണമെങ്കിലും ചെയ്യാം, കാരണം അവർക്കത് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ ഇതാണ്. അവർ രാഷ്ട്രീയമായി പോരാടും, രാഷ്ട്രീയം അവിടെ പറയാം. പക്ഷേ ഇതിന് ഒത്താശ നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അല്ലാതെ താഴോട്ട് ഈ പേപ്പറൊക്കെ വെരിഫൈ ചെയ്യുന്ന ചില മാന്യ അദ്ദേഹങ്ങളുണ്ട്. ആ മാന്യ അദ്ദേഹങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകും. ഇവിടെ ഒരാൾ മത്സരിക്കുന്ന ഒരു പെൺകുട്ടി, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരുടെ വീട്ടിൽ പെൺകുട്ടി 24-ാം വയസ്സിൽ മത്സരിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് മത്സരിക്കാനുള്ള ബേസിക് അവകാശം പോലും നൽകാതെ അവർക്കെതിരെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ശക്തമായിട്ടുള്ള ജനരോഷം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു നന്ദി ഞാൻ ഇത് ചെയ്ത ആളുകളോട് പറയുകയാണ്. ഇത് കാരണം മുട്ടടയും തിരുവനന്തപുരം മാത്രം അനുദിരുന്ന വൈഷ്ണയെ ഇന്ന് കേരളം ഒന്നടങ്കം ഏറ്റിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം ജയിക്കാൻ പോകുന്ന കോർപ്പറേഷൻ സീറ്റ് വൈഷ്ണയുടെ.